വേണ്ടി അല്ല അരി തിളപ്പിക്കാൻ വേവിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. അടുത്ത അടുപ്പിലോട്ട് വയ്ക്കാൻ പോവാം. അപ്പടിക്കണോ? വേണ്ട. അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ഇറച്ചി അല്ല, ഇപ്പം നമ്മൾ അരി ഇടുവോ? തിളച്ചേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതും അവിടെ ആയിക്കോളും. അപ്പോഴത്തേക്ക് വെള്ളം ഒന്ന് തിളക്കട്ടെ അല്ലേക്കാ. കുറേ നേരമായില്ലേക്കാ. നമുക്ക് തുറന്നിട്ട് എന്തായി നല്ല തണുപ്പം. ഞാൻ എടുക്കാം. അമ്മ കറക്റ്റ് കിട്ടി. പച്ചമുളകിൻ്റെയും മസാലയുടെ ഒക്കെ ശരിക്കും വന്നുണ്ട്. ഇറച്ചി വന്നിട്ടോ വെന്തല്ലേ? അപ്പം ഇറച്ചി വന്നിട്ടുണ്ട്. ഇപ്പം അടുത്ത സ്റ്റെപ്പ് നമ്മളെ തിളച്ച വെള്ളത്തിലോട്ട് കൈ മുക്കുക. അരി ഇടുക. തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ അരി സെറ്റ് ചെയ്യാം. മല്ലിശ്ശീര അപ്പോൾ ഇതിന് ഇപ്പം എടുക്കണം. ഇല്ല, മല്ലിശ്ശീര ഒക്കെ നമുക്ക് മല്ലിയില കൊത്തിയിരുന്നു. നല്ല മണമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ എന്നും സ്ഥിരം ബിരിയാണി തന്നെ ആണല്ലേ? ഇതാണ് നമ്മൾ സവാള വറുത്തത് ചോറിലുണ്ട്. കുറച്ച് സവാള വറുത്തിട്ടുണ്ട്. പൈനാപ്പിൾ നേരെ കട്ട് ചെയ്ത് അതിനകത്തോട്ടിട്ട് ഓക്കെ. നമുക്ക് ഇനി അരിയിടാം. ഇപ്പോൾ ഇതായി. ഇപ്പോൾ നമ്മൾ അരിയിടാൻ പോവാണ്. അപ്പോൾ 1 മണിക്കൂർ അരി വെള്ളത്തിലിട്ട് വെക്കണം. 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചേക്കണം. 1 മണിക്കൂർ നല്ല കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ 1 മണിക്കൂർ അങ്ങ് ഇട്ട് വെച്ചേക്കുക. ഇട്ട് വെച്ചിട്ടുണ്ട്. ഫണ്ട് എടുത്ത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പിടാൻ പോവാണ്. ഉപ്പിട്ടിട്ടുണ്ട്. ഗരം മസാല ഇടണം. ഗരം മസാല ഇടാൻ പോവാം. അകത്ത് ഗരം മസാല പൊടിക്കാത്തതാണ്. ഇത് എവിടെ ഞാൻ നിന്നാലും അങ്ങോട്ടാണല്ലോ പോകാം. പൊടിക്കാത്തത് ഇട്ടിട്ടുണ്ട്. നമുക്കിനി അരിയിടാൻ പോവാം. നമ്മളത് ബാസ്മതി റൈസ് ആണ്. ബാസ്മതി റൈസ് ആണ്. ഇന്ത്യ ഗേറ്റ് അരിൻ്റെ പേര്. അത് നന്നായിട്ട് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്താണ് അരി നമ്മളിങ്ങനെ കോരി എടുത്തിട്ടുണ്ട്. നമ്മളിനി അങ്ങോട്ട് പോകണം. പോരില്ലേ? വെള്ളം തിളച്ച് ഇനി അരിൻ്റെ ഇട്ടാൽ മതി. അരി ഇങ്ങോട്ട് ഇടുകയാണ്. ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ അരി ഇട്ടു അതിനകത്തോട്ട് നന്നായിട്ട് നടക്കണം. അരി ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മൊത്തം നെയ്യ് തീരും. അപ്പോൾ ഇനി ഇപ്പം അടുത്ത് നമ്മൾ ചെയ്യാൻ ഇതിപ്പോൾ ഇനി തിളക്കും. തിളക്കണവരൊന്ന് വെയിറ്റ് ചെയ്യണം. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഞങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടിട്ടി നമ്മുടെ അരി ഇപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഫുള്ളായിട്ടുള്ളത് ഫുൾ വെന്തിട്ടില്ല. ഹാഫ് വേവാണ്. ഇപ്പോൾ ഒരു പാതി വേവാണിത്. നമ്മളതിനകത്ത് പാതി വേവിൽ അങ്ങ് കോരി എടുക്കുമല്ലേ? പാതി വേവിൽ കോരിയിട്ട് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന മട്ടൻ്റെ പൊക്കത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്തേക്കുക. നമുക്ക് സെറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യണം. ഇട്ടിട്ടാണല്ലേ? സവാള കുറച്ച്. അപ്പോൾ അന്ന് അങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ കളർ ഇട്ടാൻ പറ്റില്ല. ഗോൾഡ് കളർ ഇട്ടും. ഓക്കെ. ഗോൾഡ് കളർ ഇട്ടും ചോറിനല്ലേ? അണ്ടിപ്പരിപ്പ് കിസ്മിസ് കുറച്ച് കിസ്മിസ് ഇട്ടിട്ടുണ്ട്. പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട്. മല്ലിയില ഇത്തിരി മല്ലിയില ഇടാൻ പോവാണ്. മല്ലിയില ഇട്ടു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ 1 ലെയറും കൂടി ഇപ്പോൾ ഇടാൻ പോവാണ്. അപ്പോൾ ഇങ്ങോട്ട് അടുത്ത് ഇത്തിരി ഇട്ടിട്ടുണ്ട്. അരി അങ്ങിട്ടുണ്ട്. അരിയല്ല, പാതി വേവായ ബാസ്മതി. ഇനി വീണ്ടും നടന്നത് നല്ല ചൂടുണ്ട്. നമ്മൾ വിറകിൽ വേവിച്ചാൽ മൊത്തം അങ്ങ് ഉരുട്ടി കരികൂരി വീണ്ടും ലെയർ. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ അല്ലേ? രണ്ടാമത്തെ ലെയർ ഇടുക.
നമ്മുടെ റൈസ് മൊത്തം അങ്ങോട്ട് രണ്ടാമത്തെ ലെയറും ഇട്ടിട്ടുണ്ട്. നമുക്ക് ഡാൽഡ ഇടാം. നമ്മൾ ഡാൽഡ ഇടാൻ പോവാം. നമ്മൾ ഇത്തിരി ഡാൽഡ ഉരുക്കിയത് നമ്മൾ ഡാൽഡ എന്നിട്ട് ഉരുക്കി വെച്ചേക്കുവാണത്. ഇപ്പോൾ ഡാൽഡ ഇടാൻ പോവാം. ഡാൽഡ ഇത്തിരി മുപ്പൊക്കത്ത് ഒഴിച്ചു. 6 kg വന്നു. നെയ്യ് അതും പൊക്കത്തങ്ങ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ കശുവണ്ടി ഇനി സവാള വറുത്ത് പൈനാപ്പിൾ മല്ലിയിലയും പുതിനയും കൂടി മിക്സാണ്. അതിനകത്ത് പുതിനയും കൂടെ ഉണ്ട്. ഇത് ആയിട്ടുണ്ട്. എല്ലാം ഇട്ടു. ഇനി നമുക്കിത് ദം ചെയ്യണം. മൈദ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് മൈദ മാത്രം കുഴച്ചങ്ങ് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ 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 കോലാക്കി നീട്ടത്തിൽ വെക്കുകയാണ്. നമ്മുടെ മൈദ അങ്ങോട്ട് പൊക്കത്ത് വായിലങ്ങ് വെച്ചിട്ടുണ്ട് നമ്മുടെ ചെമ്പിൻ്റെ. അപ്പോൾ നമ്മൾ ചെമ്പ് അടയ്ക്കാൻ പോവാണ്. ദമ്മ് വെച്ചിട്ടുണ്ട് വെക്കാൻ വേണ്ടിയിട്ടല്ലേ. മൈദ വെച്ചു. അങ്ങ് വെച്ച് നോക്കണം. ശരിക്കും നോക്കണം. അപ്പോൾ ഇന്ന് താഴത്തുനിന്ന് തീ കൊടുക്കണം കുറച്ച് നേരത്തേക്ക്. ഇതിന് എത്ര നേരം പിടിക്കും? 10-15 മിനിറ്റ്. 15 മിനിറ്റ്. അപ്പോൾ 15 മിനിറ്റ് ഇങ്ങനെ തമ്മിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. എന്തായാലും 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ദം ഓടിക്കും.